തൃശൂർ അന്തിക്കാട് ഇതര സംസ്ഥാന തൊഴിലാളികളുടെ ക്യാമ്പിൽ മാലിന്യങ്ങൾ തള്ളുന്നതായി പരാതി. പരാതിയുടെ അടിസ്ഥാനത്തിൽ ആരോഗ്യ വകുപ്പും പഞ്ചായത്ത് അധികൃതരും സ്ഥലത്തെത്തി പരിശോധന നടത്തി. തൃശൂർ അന്തിക്കാടുള്ള ഇതര സംസ്ഥാന തൊഴിലാളികളുടെ ക്യാമ്പിലേക്കാണ് ഉടമയായ ഷാജു മാലിന്യങ്ങൾ തള്ളുന്നത്. ഇത് സംബന്ധിച്ച് സമീപത്തെ യോഗക്ഷേമ സഭയുടെ ബാങ്ക് പഞ്ചായത്തിൽ പരാതി നൽകി. പരാതിയുടെ അടിസ്ഥാനത്തിൽ ആരോഗ്യവകുപ്പും പഞ്ചായത്ത് അധികൃതരും സ്ഥലത്തെത്തി പരിശോധന നടത്തി. ഇതര സംസ്ഥാന തൊഴിലാളികളുടെ ക്യാമ്പിൽ നിന്നും മലിനജലം യോഗക്ഷേമ സഭയുടെ കോമ്പൗണ്ടിലേക്ക് വ്യാപകമായി ഒഴുകിവരുന്നതായി പരിശോധനയിൽ കണ്ടെത്തി. ശരിയായ രീതിയിൽ കുളിമുറി മാലിന്യം സംസ്കരിക്കാത്തതും സെപ്റ്റിക് ടാങ്ക് ഇല്ലാത്തതും പരിസരത്ത് ദുർഗന്ധവും ജീവനക്കാർക്ക് ജോലി ചെയ്യാൻ പറ്റാത്ത സാഹചര്യവും സൃഷ്ടിക്കുന്നുണ്ടെന്ന് കണ്ടെത്തി. അപ്പുറത്തുനിന്നുള്ള ഈ ബംഗാളികൾ ഉപയോഗിക്കുന്ന വെള്ളം നമ്മളുടെ ഇതിലേക്ക് അനൗകര്യമായിട്ട് വിട്ടിട്ട് നമ്മുടെ ഈ കിണർ കൊല്ലങ്ങളായിട്ട് ഉപയോഗിച്ചിരുന്ന കിണർ അത് ഉപയോഗിക്കാൻ പറ്റാണ്ടായി. വെള്ളം ടെസ്റ്റ് ചെയ്തപ്പോൾ ഞങ്ങൾക്ക് അതിൻ്റെ റിസൾട്ട് വന്നതുകൊണ്ട് ഞങ്ങൾ ആ കിണർ ഇപ്പോൾ ഉപയോഗിക്കേണ്ടായിരിക്കുക. ഞങ്ങളിവിടെ ഒരു 10-80 സ്റ്റാഫ് വർക്ക് ചെയ്യണ സ്ഥലമാണ്. ഇവരുടെ ഈ വൃത്തികെട്ട സ്മെല്ല് വന്നിട്ട് നമുക്കിവിടെ വർക്ക് ചെയ്യാൻ പോലും പറ്റില്ല. ഇപ്പോഴും കൊട്ടിയടച്ചിരിക്കേണ്ട ഒരു അവസ്ഥയാണ്. അത്രയ്ക്കും രൂക്ഷഗന്ധാണ് നമുക്ക് വരുന്നത്. ഭയങ്കര ബുദ്ധിമുട്ടുകളാണ്. പഞ്ചായത്തിൽ പരാതി കൊടുത്തിട്ടുണ്ടായിരുന്നത് കാരണം. മുൻപ് പലതവണ ക്യാമ്പ് നടത്തുന്ന ഷാജുവിന് നോട്ടീസ് നൽകുകയും പിഴ ചുമത്തുകയും ചെയ്തിരുന്നു. മാലിന്യം ശരിയായ രീതിയിൽ സംസ്കരിക്കാതെ പരിസരവാസികളുടെ കുടിവെള്ള സ്രോതസ് മലിനപ്പെടുത്തുകയും അവരുടെ ഉടമസ്ഥതയിലുള്ള സ്ഥലത്തേക്ക് മതിൽ തുളച്ച് മലിനജലം ഒഴുക്കിവിടുകയും ചെയ്യുന്നതായാണ് പരാതി. റിപ്പോർട്ട് പ്രകാരം മേൽ നടപടിയെടുക്കണമെന്ന് യോഗക്ഷേമ സഭ മാനേജ്മെന്റ് പഞ്ചായത്ത് അധികൃതരോട് ആവശ്യപ്പെട്ടു. കേരള വിഷൻ ന്യൂസ്, തൃശൂർ.